നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നമ്മുടെ സംസ്ഥാനത്തും പ്രത്യേകിച്ച് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടത്തി എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് തൃശ്ശൂർ DCC പ്രസിഡന്റ്, അതോടൊപ്പം അവിടെ മത്സരിച്ച LDFിൻ്റെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, ഇവരൊക്കെ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. VS സുനിൽകുമാർ പറയുന്നത് ക്രമക്കേട് വ്യാപകമായിരുന്നു, ഇതേ തുടർന്ന് പരാതി നൽകിയിട്ടും ജില്ലാ കളക്ടർ അന്വേഷിച്ചില്ല, ജില്ലാ കളക്ടർ BJPക്ക് പിന്തുണയുമായി പ്രവർത്തിച്ചു എന്നൊക്കെയാണ് VS സുനിൽകുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത റവന്യൂ വകുപ്പാണ് ഇലക്ഷൻ കമ്മീഷന് സഹായകമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ജില്ലാ കളക്ടർ അടക്കം പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹവും പ്രവർത്തിക്കുന്നത് എന്നതാണ് വസ്തുത. അപ്പോൾ റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് CPI ആണ്, റവന്യൂ വകുപ്പ് മന്ത്രി K രാജനാണ്. അപ്പോൾ VS സുനിൽകുമാർ പറയുന്ന ഈ ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ മന്ത്രിക്കെതിരെ തന്നെയാണ് തിരിഞ്ഞ് കുത്തുന്നത് എന്നതാണ് വസ്തുത. അതോടൊപ്പം ഈ കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ നൽകാറുണ്ട്. അതിൽ തെറ്റുകളുണ്ടെങ്കിൽ പിന്നീട് അത് മാറ്റുന്നതടക്കമുള്ള അത്തരം പ്രവൃത്തികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഒടുവിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതും വോട്ട് നടക്കുന്ന ദിവസം വരെയുള്ള ആ ഘട്ടങ്ങളിൽ ഒരുപാട് പ്രക്രിയകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അവിടെയൊന്നും പരാതികൾ ബോധിപ്പിക്കാതെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആകെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ പ്രത്യേകിച്ച് കേരളത്തിൽ നടത്തുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയോട് സത്യപ്രസ്താവനയിൽ ഒപ്പിട്ടുകൊണ്ട് ഒരു പരാതി ഔദ്യോഗികമായി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല. അല്ലാതെ ഈ നേരായ മാർഗത്തിൽ ഒരു പരാതി നൽകാതെ മാർച്ചും ധർണയും പ്രതിഷേധവും വാർത്താ സമ്മേളനവും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് BJP അടക്കമുള്ള പാർട്ടികൾക്ക് ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ തന്ത്രമാണ് എന്ന ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കാനുള്ളൊരു വഴി രാഹുൽ ഗാന്ധി തന്നെ തുറന്നു കൊടുക്കുകയാണ്. എന്തായാലും ഔദ്യോഗികമായി ഒരു പരാതി നൽകിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതോടൊപ്പമാണ് ഇരിക്കൂർ MLA സജീവ് ജോസഫിന് ഇപ്പോൾ ഇരട്ട വോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കണ്ണൂരിൽ LDF രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കുറ്റമറ്റ ഒരു വോട്ടർ പട്ടികയല്ല ഒരു തെരഞ്ഞെടുപ്പിലും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് എന്നത് വസ്തുതയാണ്. പല തെരഞ്ഞെടുപ്പുകളിലും ഒന്നും രണ്ടും വാർഡുകളിൽ അല്ലെങ്കിൽ ഒന്നും രണ്ടും മണ്ഡലങ്ങളിൽ വോട്ടുകളുള്ള ആളുകളെ നമുക്ക് തന്നെ നേരിട്ട് പരിചയമുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ചില വീഴ്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഒരു കുറ്റമറ്റ വോട്ടർ പട്ടിക പോലും ഇല്ലാതെ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടക്കുക എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം ഒരു ശുദ്ധീകരണം എന്ന നിലയ്ക്ക് ഇപ്പോൾ 344 അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരം, രാഷ്ട്രീയ പാർട്ടി എന്ന അംഗീകാരം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിരിക്കുകയാണ്. ഒരു ശുദ്ധീകരണം ഈ രംഗത്ത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്.